Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 3. In Module 3, today we are entering to Corona, followed by Disruptive Critical Voltage, Visual Critical Voltage, Power Loss due to Corona, എന്തൊക്കെയാണ് ഈ കൊറോണയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, then finally interference on communication lines. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് കൊറോണ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു. If that applied voltage is very low. ഓക്കെ, അപ്ലൈ ചെയ്യുന്നത് രണ്ട് കണ്ടക്ടേഴ്സിന് അക്രോസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള സ്പേസിംഗ് ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ഡയമീറ്റേഴ്സ് ഓഫ് ഈച്ച് കണ്ടക്ടർ. അപ്പൊ എന്താ അവിടെ നടക്കുന്നത്? നോ അപ്പാരന്റ് ചേഞ്ച് ഇൻ കണ്ടീഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ സറൗണ്ടിങ് ദ വയേഴ്സ്. ഓക്കെ, ഇഫ് ദാറ്റ് അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ് സം വാല്യൂ, ആ വാല്യൂവിനെ നമ്മൾ ക്രിട്ടിക്കൽ ഡിസ്ട്രക്റ്റീവ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കണ്ടക്ടേഴ്സിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ഫെയിൻറ്റ് വയലറ്റ് ഗ്ലോ ഉണ്ടാവും. ഓക്കെ, അതുകൂടാതെ ഒരു ഹിസ്സിങ് സൗണ്ട് ഉണ്ടാവും, ഫോളോഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ് ആൻഡ് പവർ ലോസ് ആൻഡ് റേഡിയോ ഇൻ്റർഫറൻസ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് പറയുന്ന പേരാണ് കൊറോണ. സോ കൊറോണ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ദ ഫിനോമിനൻ ഓഫ് വയലറ്റ് ഗ്ലോ, hissing noise and production of ozone gas in an overhead transmission line is known as corona. Okay, ഇനി നമുക്കറിയാൻ പോകുന്നത് എന്താണ് ഈ തിയറി ഓഫ് കൊറോണ ഫോർമേഷൻ. കൊറോണ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, നോർമൽ കണ്ടീഷൻസിന് നമുക്കറിയാം നമ്മുടെ കണ്ടക്ടറിന് ചുറ്റുമുള്ള എയർ എന്ന് പറയുന്നത് കുറച്ച് അയണൈസ്ഡ് പാർട്ടിക്കിൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, പോസിറ്റീവ് അയോൺസ് ഉണ്ട്, അത് കൂടാതെ ന്യൂട്രൽ മോളിക്യൂൾസും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ, അപ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റെ മാക്സിമം വാല്യൂ അറ്റ് ദ കണ്ടക്ടർ സർഫസസിലായിരിക്കും. ഓക്കെ, ഇപ്പം ആ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റെ ഇൻഫ്ലുവൻസിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എക്സിസ്റ്റിംഗ് ഫ്രീ ഇലക്ട്രോൺസിന് കുറച്ച് വെലോസിറ്റി അക്വയർ ചെയ്യാൻ തുടങ്ങും. ഇഫ് ദാറ്റ് അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടി, അപ്പോൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കൂടി, അപ്പോൾ മോർ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ തുടങ്ങും ആര്? ഫ്രീ ഇലക്ട്രോൺസ്. അപ്പം എപ്പോഴാണോ ദാറ്റ് പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഒരു 30 kV/cm അതിന്റെ മാക്സിമം വാല്യൂവിന് അടുത്തെത്തുന്നത്, ഓക്കെ, അത് ആ സമയത്ത് വെലോസിറ്റി അച്ചീവ്ഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈസ് സഫിഷ്യൻറ്റ് ടു സ്ട്രൈക്ക് എ ന്യൂട്രൽ മോളിക്യൂൾ വിത്ത് ഇനഫ് ഫോഴ്സ് ടു ഡിസ്ലോക്ക് 1 or more electrons from it. എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? അതായത് 30 kV/cm എബവ് മുകളിൽ പോയി എന്ന് വിചാരിക്കുക, ഏത് നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും? ഈ ഫ്രീ ഇലക്ട്രോൺസ് ന്യൂട്രൽ മോളിക്യൂളിനെ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സ്ട്രൈക്ക് ചെയ്തിട്ട് എന്ത് പറ്റും? അവിടെ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദിസ് മീൻസ് ദിസ് പ്രൊഡ്യൂസസ് അനദർ അയോൺ. അത് പിന്നെ എന്ത് ചെയ്യും? പിന്നെയും അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അല്ലെങ്കിൽ 1 or more ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ആകാൻ തുടങ്ങും, വിച്ച് ഇൻ ടേൺ ആർ ആക്സിലറേറ്റഡ് അണ്ടിൽ ദേ കൊളൈഡ് വിത്ത് അതർ ന്യൂട്രൽ മോളിക്യൂൾസ് ദസ് പ്രൊഡ്യൂസിങ് അതർ അയൺസ്. ഇതെന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇതിന്റെ റിസൾട്ടായിട്ട് എന്ത് പറ്റും? അയണൈസേഷൻ എന്ന് പറയുന്ന സംഭവം കൂടുതലായിട്ട് നടക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പറ്റും? വയലറ്റ് ഗ്ലോ പോലുള്ള സ്പാർക്ക് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ടാവും കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെയാണ് ആക്ച്വലി എന്തുണ്ടാകുന്നത്? അവിടെ കൊറോണ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് കൊറോണയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റോമി വെതറാന്ന് വിചാരിക്കുക. ഓക്കെ, സ്റ്റോമി വെതർ ആണെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് എന്ന് പറയുന്നത് നോർമൽ കേസിനേക്കാളും ഭയങ്കര കൂടുതലായിരിക്കും. സോ കൊറോണ എന്ന് പറയുന്നത് ലെസ് വോൾട്ടേജ്, കുറച്ചുകൂടെ ലെസ് വോൾട്ടേജ് തന്നെ ഒക്കെയർ ചെയ്യും കമ്പയർ വിത്ത് ഫെയർ വെതർ. ഓക്കെ, പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ സൈസ് ആണ്. എന്താണ് കണ്ടക്ടറിന്റെ സൈസ്? അതിനെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മുടെ കൊറോണ എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടറിന്റെ ഷേപ്പ്, അതുപോലെ അതിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ്. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റഫ് ആൻഡ് ഇറഗുലർ സർഫസ് ഉള്ള ഒരു കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ കൊറോണ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അൺഈവൻനെസ് ഓഫ് ദ സർഫസ് ഡിക്രീസസ് ദ വാല്യൂ ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ വാല്യൂ കുറയാൻ തുടങ്ങും. ഓക്കെ, ഒരു റഫ് സർഫസ്, ഇറഗുലർ സർഫസസ് ഒക്കെ ആകുമ്പോൾ.
ഓക്കെ, അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് സ്പേസിംഗ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആണ്. ഇഫ് ലാർജർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ എന്ത് പറ്റും? റെഡ്യൂസസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ്. എന്ന് വെച്ചാൽ കണ്ടക്ടർ സർഫസിലുള്ള സ്ട്രെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദിസ് വിൽ അവോയ്ഡ് ദ കൊറോണ ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലൈൻ വോൾട്ടേജ്. ഓക്കെ, ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ആ ലൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ഓക്കെ, ഇഫ് ദ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കുറെ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എന്ത് പറ്റും? അപ്ലൈഡ് അതിനനുസരിച്ച് ചുറ്റും കൊറോണ ഉണ്ടാകുന്നതിന്റെ സ്ട്രെങ്ത്തും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കൊറോണയെ സംബന്ധിച്ച് നമുക്ക് അറിയാനുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. എന്തൊക്കെയാണ് കൊറോണയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്നുള്ളത് നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ടേംസ്. അപ്പോൾ കൊറോണയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ടേംസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ ഒക്കേഴ്സ്. കൊറോണ ഒക്കെയർ ചെയ്യുന്ന മിനിമം ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ്, മിനിമം വോൾട്ടേജിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. രണ്ട് കണ്ടക്ടേഴ്സ്, അതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ ആണ്, സ്പേസ്ഡ് d സെൻറ്റിമീറ്റർ എപ്പാർട്ട് എന്നും കൂടെ വിചാരിക്കാം. ഓക്കെ, അങ്ങനത്തെ കേസിൽ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അറ്റ് ദ കണ്ടക്ടർ സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് G is equal to V by R log E D by R എന്നായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ കൊറോണ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഓഫ് G എന്ന് പറയുന്നത് മസ്റ്റ് ബി മെയ്ഡ് ഈക്വൽ ടു ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് ദ എയർ ആയിരിക്കണം. ഈ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് ദ എയർ എന്ന് പറയുന്നത് നോർമൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആയ 76 സെൻറ്റിമീറ്റർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 30 kV per സെൻറ്റിമീറ്ററിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അല്ലെങ്കിൽ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 21.2 kV per സെൻറ്റിമീറ്റർ ആയിരിക്കും. ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ G0. ഓക്കെ, if Vc is the phase to neutral potential required, ഈ കണ്ടീഷനിൽ വേണ്ട പൊട്ടൻഷ്യൽ റിക്വയർഡ് ആണ് Vc, ഫേസ് ന്യൂട്രൽ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ആണെങ്കിൽ G0യുടെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം? ഈ ഒരു ഇക്വേഷനെ റീപ്ലേസ് ചെയ്തിട്ട് G0 can be written as Vc divided by R log D by R എന്ന് എഴുതാൻ പറ്റും എനിക്ക്. Where G0 is the breakdown strength of air at 76 centimeter of mercury and 25 degrees Celsius. Okay, that is equal to 30 kV per centimeter. That's the maximum value. ഇനി RMS ആണെങ്കിൽ 21.2 kV per centimeter RMS value. Okay, therefore ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് Vc, ഈ Vc എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് ആണല്ലോ, അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. G0 R log D by R. സോ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? G0 R log D by R ആയിരിക്കും അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ 76 സെൻറ്റിമീറ്റർ മെർക്കുറി ആൻഡ് 25 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഈ കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? എയർ ഡെൻസിറ്റി മാറുന്നു. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ഈ G0ന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലേ? ഇഫ് ദ വാല്യൂ ഓഫ് G0 ഈസ്, നമുക്കറിയാം എയർ ഡെൻസിറ്റി മാറുന്നു എന്ന് പറഞ്ഞു, അതായത് അപ്പം G0 ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എയർ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതായത് G0 മാറുന്നു, എയർ ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് പറയുന്നതിന് മീനിങ് G0 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എയർ ഡെൻസിറ്റി. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ദ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഓഫ് എയർ അറ്റ് ഒരു നമ്മൾ പ്രഷർ സെലക്ട് ചെയ്യുന്നു വിചാരിക്കാം. ഒരു പെർട്ടിക്കുലർ പ്രഷർ പറയുന്നു അറ്റ് ബാരോമെട്രിക് പ്രഷർ ഓഫ് B സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് T ഡിഗ്രി സെൽഷ്യസ് ബിക്കംസ്, എന്തായിരിക്കും അത് മാറുന്നത്? ഡെൽറ്റ G0 എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്തൂടെ? ആ സമയത്തുള്ള ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ആണ് പറയുന്നത്. ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ആയതുകൊണ്ടാണ് ഡെൽറ്റ. ഏത് സമയത്തുള്ള G0 ഉണ്ടാകുന്ന സമയത്തുള്ള ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ഡെൽറ്റ G0. Okay, that can be written as delta is equal to, there is a air density factor 3.92 B divided by 273 T എന്ന് കിട്ടും.
ഓക്കെ, ഈഫ് നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ആണെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ 1 ആണ്. അതുകൂടാതെ ക്രിട്ടിക്കൽ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് G0 ഡെൽറ്റ ആർ ലോഗ് D/R എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ സർഫസ് കണ്ടീഷൻ അനുസരിച്ച് കറക്ഷൻ ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. So this is accounted for by multiplying the above expression by irregularity factor M0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സർഫസിന്റെ കണ്ടീഷൻ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഇറഗുലാരിറ്റി ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് M0 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ഇക്വേഷൻ എന്തായി, VC is equal to M0 G0 ഡെൽറ്റ ആർ ലോഗ് D/R കിലോ വോൾട്ട് പെർ ഫേസ് എന്ന് കിട്ടും. M0ന്റെ വാല്യൂ 1 ആണ് ഫോർ പോളിഷ്ഡ് കണ്ടക്ടേഴ്സ്, 0.82992 for dirty conductors, 0.87 to 0.8 for stranded conductors. Okay. Next, visual critical voltage. എന്താണ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്? നമുക്കിത് കാണാൻ പറ്റണം. ആ ഗ്ലോ അപ്പിയർ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും. കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു. ഇനിയാണ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. ഇറ്റ് ഈസ് ദ മിനിമം ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് അറ്റ് വിച്ച് കൊറോണ ഗ്ലോസ് അപ്പിയേഴ്സ് all along the line conductors. അതിന് പറയുന്ന പേരാണ് വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ് എന്നും. ഓക്കെ, നമുക്ക് ആക്ച്വലി പാരലൽ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഈ കൊറോണ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഗ്ലോ ഉണ്ടാവണമെന്നില്ല. ദാറ്റ് ഈസ് ദ കൊറോണ ഗ്ലോ ഡസ് നോട്ട് ബിഗിൻ അറ്റ് ദ ഡിസ്ട്രപ്റ്റീവ് വോൾട്ടേജ് VC. അതിനേക്കാളും കുറച്ചുകൂടെ ഹയർ വോൾട്ടേജിലായിരിക്കും ഉണ്ടാവുക. അത് ഞാൻ VV എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, വിഷ്വൽ ക്രിട്ടിക്കൽ വോൾട്ടേജ്. Okay, that can be expressed by the formula VV is equal to MV G0 delta R into 1 plus 0.3 divided by square root of delta R into log D/R kilovolt per phase എന്ന് കിട്ടും. Where MV is the irregularity factor. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 to 1 ആണ്. 1 ഏതിന്റെ കേസിൽ, പോളിഷ്ഡ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ, 0.7 to 0.82 for റഫ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ പവർ ലോസ് ഡ്യൂ ടു കൊറോണ. എങ്ങനെ നമുക്ക് നോക്കാം പവർ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം? കാരണം എന്തായാലും കൊറോണ കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ പവർ ലോസ് ഉണ്ടാവും. ഓക്കെ, ഉണ്ടായ എന്ത് സംഭവിക്കും, ഒരു എനർജി ലോസ് ഉണ്ടാവും. ഏതൊക്കെയായിട്ട് എനർജി ലോസ് നഷ്ടപ്പെടുന്നത്? ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് ആൻഡ് കെമിക്കൽ ആക്ഷൻ. ഓക്കെ, അപ്പം എങ്ങനെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം? P is equal to 242.2 into F plus 25 divided by 8 into square root of R by D V minus VC the whole square into 10 raised to minus 5 kW per kilometer per phase. Where F is the supply frequency, V is the phase to neutral voltage, that is RMS value, VC is the disruptive voltage, അതും RMS value ആണ്, per phase ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും ഫാക്ടേഴ്സ് ആണ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, കൊറോണയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഈ കൊറോണ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, എന്താണ് കൊറോണ കൊണ്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്. നമുക്ക് ആദ്യം കുറച്ച് അഡ്വാൻറ്റേജസ് നോക്കാം. ഓക്കെ, കൊറോണ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിന് ചുറ്റുമുള്ള അതായത് കണ്ടക്ടറിന് ചുറ്റുമുള്ള എയർ എന്ത് പറയും, കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. അപ്പം എന്താ ആക്ച്വലി സംഭവിക്കുന്നത്, വെർച്വൽ ഡയമീറ്റർ എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ കേസിൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും, ഈ ഇൻക്രീസ് ഡയമീറ്റർ എന്ന് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആക്ച്വൽ കണ്ടക്ടറിന്റെ ഡയമീറ്റർ റിയാലിറ്റിയിൽ കൂടുന്നില്ല, പക്ഷേ ഇൻഎഫക്റ്റീവ്ലി ആ വെർച്വലി നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ കൂടുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ അതുകൂടാതെ കൊറോണ എന്ന് പറയുന്ന സാധനം, കൊറോണ റെഡ്യൂസസ് ദ എഫക്ട്സ് ഓഫ് ട്രാൻസിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സർജസ് കൊണ്ടുള്ള ട്രാൻസിയൻസിനെ അതെന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും രണ്ട് അഡ്വാൻറ്റേജസ് ആർക്കുണ്ട്, കൊറോണയ്ക്കുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ദോഷങ്ങളും ഉണ്ടാവുമല്ലോ. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ്? ഓക്കെ, എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ട്രാൻസ്മിഷൻ എഫിഷ്യൻസി അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട്, ഓസോൺ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് മേ കോസ് കൊറോഷൻ ഓഫ് ദ കണ്ടക്ടർ ഡ്യൂ ടു കെമിക്കൽ ആക്ഷൻ അല്ലേ. ഇനി ഈ നമ്മൾ കറണ്ട്, നമ്മുടെ ഈ ലൈൻ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് ഈ കൊറോണ കൊണ്ടുണ്ടാകുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ നോൺ സിനുസോയിഡിലാണല്ലോ. അപ്പോൾ എന്ത് പറ്റും, ഈ ലൈൻ അക്രോസ് ഒരു നോൺ സിനുസോയിഡൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ റേഞ്ച് തുടങ്ങും. ഓക്കെ, അപ്പോൾ എന്താ അവിടെ ഉണ്ടാവും, may cause inductive interference with
നൈബറിങ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് അതുണ്ടാവും അവിടെ. ഓക്കെ, അപ്പം ഇത്രയും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കറിയണം ഇത്രയും അഡ്വാൻറ്റേജും ഇത്രയും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു, കൂടുതലും ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ നമുക്ക് എന്ത് വേണ്ടി വരും? ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. സോ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു റെഡ്യൂസ് ദ കൊറോണ എഫക്റ്റ്. അതിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, കണ്ടക്ടറിൻ്റെ സൈസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വോൾട്ടേജ് ഒക്കെയർ ചെയ്യുന്ന കൊറോണ ഒക്കെയർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് പറ്റും? ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ കൊറോണേൻ്റെ എഫക്ട്സ് എന്ത് ചെയ്യും? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ACSR കണ്ടക്ടേഴ്സ് ട്രാൻസ്മിഷൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നത്. അലുമിനിയം കണ്ടക്ടേഴ്സ്, സ്റ്റീൽ റീൻഫോഴ്സ്ഡ് കണ്ടക്ടേഴ്സ്, അതിൻ്റെ കേസിൽ എന്താ ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കൊറോണയുടെ എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇൻക്രീസിങ് കണ്ടക്ടർ സ്പേസിങ്സ്. കണ്ടക്ടേഴ്സ് നമ്മൾ സ്പേസിങ് കൂട്ടിക്കൊടുത്താലും എന്ത് സംഭവിക്കും? കൊറോണ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ അത് ഒരുപാട് കൂട്ടാൻ പറ്റില്ല, കാരണം അതനുസരിച്ച് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിൻ്റെ കോസ്റ്റും ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് എന്ത് നമുക്ക് മെത്തേഡ്സ് ഫോർ റെഡ്യൂസിങ് കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞറിയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. സോ ഇന്റർഫറൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്, ദാറ്റ് ഈസ് റേഡിയോ ഇന്റർഫറൻസ്. നമുക്ക് നോക്കാം അതെന്താന്നുള്ള കാര്യം. കൊറോണ ഫോം ചെയ്യുന്നപ്പം ഉണ്ടാകുന്ന ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഈ സംഭവം. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ വയർലെസ് ബ്രോഡ്കാസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന ഇന്റർഫറൻസ്. ഓക്കെ, ഈ കൊറോണ ഡിസ്ചാർജ് കൊണ്ട് എന്ത് പറ്റും? റേഡിയേഷൻ എമിഷൻ ഉണ്ടാവും. ഓക്കെ, വിച്ച് വിൽ ഇൻട്രൊഡ്യൂസ് നോയ്സ് സിഗ്നൽസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഏതൊക്കെയാണ്? റേഡിയോ ആൻഡ് TV റിസീവേഴ്സ്. ഓക്കെ, ഓൾസോ ദിസ് വിൽ ലീഡ്സ് ടു കൊറോണ ലോസ് അറ്റ് വോൾട്ടേജസ് ലോവർ ദാൻ ദ ക്രിട്ടിക്കൽ വോൾട്ടേജ്. ക്രിട്ടിക്കൽ വോൾട്ടേജിൽ കുറവിലും തന്നെ എന്ത് സംഭവിക്കും? കൊറോണ ലോസ് ഉണ്ടാവും. ഓക്കെ, ഈ റേഡിയോ ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ ഫീൽഡ് ഇൻ മൈക്രോവോൾട്ട്സ് പെർ മീറ്റർ അറ്റ് എനി ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിഷൻ ലൈൻ. അത് എപ്പോഴാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്? ഓൺലി അറ്റ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 200 kV. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ദർ ഇസ് എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ റേഡിയോ ഇന്റർഫറൻസ് ലെവൽ. എപ്പോഴും വരെ? ടിൽ ദ വോൾട്ടേജ് ഈസ് സച്ച് ദാറ്റ് മെഷറബിൾ കൊറോണ ലോസ് ടേക്സ് പ്ലേസ്. ഓക്കെ, ആ വോൾട്ടേജിന്റെ എബവ് വാല്യൂല് എന്ത് പറ്റും? ദർ ഇസ് എ റാപ്പിഡ് ഇൻക്രീസ് ഇൻ റേഡിയോ ഇന്റർഫറൻസ് ലെവൽ. സോ amplitude of radio interference level varies inversely as the frequency at which the interference is measured. Okay, thus we can say that the services in the higher frequency band, example TV or microwave relay, radar etc., are less affected എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് ആക്ച്വലി ഇന്റർഫറൻസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. നമ്മൾ റേഡിയോ ഇന്റർഫറൻസ്, കൊറോണയുടെ ഇന്റർഫറൻസ് എഫക്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മളിന്ന് പഠിച്ചത് കൊറോണയെ പറ്റിയിട്ടാണ്. എന്താണ് കൊറോണ, എങ്ങനെ അതുണ്ടാവുന്നു, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, തിയറി, ഡിഫറെൻറ്റ് ടേംസ് ഫോളോഡ് ബൈ റേഡിയോ ഇന്റർഫറൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ PPT നോക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. താങ്ക് യു.